മധ്യകേരളത്തിൽ ഇടത് വലത് മുന്നണികളുടെ പ്രചരണം സജീവമായി തുടരുകയാണ്. മൂന്നാം ഘട്ട പ്രചരണത്തിൽ LDF കടന്നപ്പോൾ ആദ്യഘട്ട പര്യടനത്തിലാണ് UDF. മധ്യകേരളത്തിലെ 3 മണ്ഡലങ്ങളിൽ ഇതുവരെ NDAക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടുമില്ല. ഇടതു സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ടും അവരോട് സംവദിച്ചുമാണ് മൂന്നാംഘട്ട പ്രചാരണം പുരോഗമിക്കുന്നത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ ഇന്ന് കൊട്ടാരക്കര മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തിയത്. വിവിധ സ്ഥാപനങ്ങളിലും വ്യക്തികളെയും അരുൺകുമാർ സന്ദർശിച്ചു. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കരയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിനെത്തി. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ പര്യടനം ചേർത്തല മണ്ഡലത്തിലായിരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ട സ്ഥാനാർത്ഥി പ്രധാന വ്യക്തികളെയും കണ്ടു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പിറവം, ഏറ്റുമാനൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കോട്ടയത്തെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പര്യടനം നടത്തിയത്. കോട്ടയം മണ്ഡലത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പര്യടനം. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് അയ്യപ്പൻ കോവിൽ, വാഗമൺ മേഖലകളിൽ പര്യടനം നടത്തി. വൈകിട്ട് കുമളിയിൽ റോഡ് ഷോയും നടക്കും. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തൃക്കരിപ്പൂർ, മാമലക്കണ്ടം മേഖലകളിൽ പര്യടനം നടത്തി. മരട് കേന്ദ്രീകരിച്ചായിരുന്നു എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറുടെ പര്യടനം. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പ്രമുഖ വ്യക്തികളെ സന്ദർശിച്ചു. ചാലക്കുടിയിലെ ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് ചാലക്കുടി നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി ബെന്നി ബേനാൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇരിങ്ങാലക്കുടയിലെ വിവിധ പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടു. UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പര്യടനം തൃശൂർ നഗരം കേന്ദ്രീകരിച്ചായിരുന്നു. മധ്യകേരളത്തിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.